ഹായ് ഹലോ. നാട്ടിലെത്തിയിട്ടാകുമ്പോൾ എൻ്റെ സാധനമാണ് നമ്മുടെ കല്ലുമ്മക്കായ ഫ്രൈ. അതിനിവിടെ എന്താ കടുക്കാന്നൊക്കെ പറയും. ഇങ്ങനെ അരിമാവിനെ കൊണ്ടുണ്ടാക്കി പിന്നെ കല്ലുമ്മക്കായ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അടിപൊളി ടേസ്റ്റാണ്. അത് വാങ്ങലായിരുന്നു പതിവ്, പക്ഷെ അമ്മ അത് പഠിച്ചു ഉണ്ടാക്കി. അപ്പം അതിൻ്റെ ടേസ്റ്റ് വേറെ ഒന്നിനുമില്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പം അതാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണ് അമ്മ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കൊടുത്തേ. അരിമാവില്ല, ഞാൻ പുട്ടിൻ്റെ പൊടി എടുത്ത പുട്ടിൻ്റെ പൊടിയിൽ എന്താ തേങ്ങ, പിന്നെ ചെറിയുള്ളി, പിന്നെ പെരിഞ്ചീരകം, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് കറക്കാം മിക്സിയിൽ. അത് കഴിഞ്ഞിട്ട് അത് നന്നായി കുഴച്ച് അത് കല്ലുമ്മക്കായ പച്ച തുറന്നിട്ട് ഇങ്ങനെ അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞ് കഴുകി അതിനകത്തോട്ട് നിറച്ച് ആവിയിൽ വേവിക്കണം. ആവിയിൽ വേവിച്ച ശേഷം ഇങ്ങനെയാവും. ഇതുപോലെ പിന്നെ ഒരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ എടുത്തുതരാം. ആയപ്പോഴാണ് വീഡിയോ എടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ ഈ ഒരു സംഭവം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഇത് ഇങ്ങനെ മുളക് പൊടിയും ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് അതിനകത്ത് ഇത് പിന്നെ എണ്ണയിലോട്ടിടും. ഇത് ഷാലോ ഫ്രൈ ആണ്, അല്ലാണ്ട് ഡീപ് ഫ്രൈയും ചെയ്യാം. ഷാലോ ഫ്രൈ ആണ്, വേണമെങ്കിൽ ഡീപ് ഫ്രൈയും ചെയ്യാം കേട്ടോ. ഇത്രയും കാലമായിട്ട് ഞാൻ കഴിക്കുന്നുണ്ട്, പക്ഷെ ഇതൊരു ഉണ്ടാക്കിയിട്ടില്ല, എങ്ങനെയാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ്. കുട്ടിക്ക് കുറച്ച് ആ മുളക് പൊടിയൊക്കെ കുറച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. അത് കാരണം അവർക്കും ഭയങ്കര ഇഷ്ടമായി. അവർക്ക് എരിവ് പറ്റൂല. അപ്പോൾ അവർക്ക് വേറെ ഉണ്ടാക്കി ഞങ്ങൾക്ക് ഇതാ ഇവിടെ ഉണ്ട്. അവർക്കുള്ളതാണ് ഈ കാണുന്നത്, കുട്ടിക്കുള്ളത്. ഹലോ, മുളക് പൊടി ഇട്ട്. അപ്പൊ എങ്ങനെയാണെന്ന് ഏകദേശമൊക്കെ മനസ്സിലായല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കമന്റിൽ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. അമ്മയോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ റെഡിയായിട്ട് ഇതാണ് കേട്ടോ ഇന്നത്തെ ഡിന്നർ. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. അപ്പോൾ ബൈ.